He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അവൻ പിന്നെന്താ ചെയ്തത്? ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ഓടി. ട്രോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കുക, വേഗത്തിൽ നടക്കുക, അല്ലെങ്കിൽ ഓടുക, അതാണ് ട്രോട്ട് എന്ന് പറഞ്ഞാൽ. ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദി അതർ, ലെഡ്ജിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ ഓടി. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻറ്റ്ലി, അവൻ്റെ ലോങ് ഗ്രേ ലെഗ്സ്, ലോങ് ആണ് അവൻ്റെ ലെഗ്സ്, ഗ്രേ കളറാണ് ആ ലെഗ്സ്. സ്റ്റെപ്പിംഗ് ഡെയിൻറ്റ്ലി, ഡെയിൻറ്റ്ലി മീൻസ് കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ നിലത്ത് വെച്ചിട്ട്. എന്തിനാണ് അവൻ അത് ചെയ്തത്? ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ. പറക്കാതെ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് കണ്ടെത്താൻ. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ്, വല്ല മാർഗവും ഉണ്ടോ എന്ന് കണ്ടെത്താൻ. ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ, പറക്കേണ്ടി വരാതെ, പറക്കേണ്ട അവസ്ഥയില്ലാതെ അങ്ങോട്ടെത്താൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ബട്ട് on each side of him, the ledge ended in a sheer fall of precipice with the sea beneath. പക്ഷെ ഓരോ സൈഡിലേക്ക് പോകുമ്പോഴും ലെഡ്ജ് അവിടെ അവസാനിക്കുകയാണ്. ഇൻ എ ഷിയർ ഫോൾ ഓഫ് പ്രസപ്പിസ്. പ്രസപ്പിസ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ചെരിവ്. പ്രസപ്പിസ്, എ വെരി സ്റ്റീപ്പ് സൈഡ് ഓഫ് എ ഹൈ ക്ലിഫ്, മൗണ്ടൻ ഓർ റോക്ക്. അപ്പോൾ സ്ലോപ്പായിട്ട്, ജെൻറ്റിൽ സ്ലോപ്പായിട്ട് വരികയാണെങ്കിൽ മെല്ലെ ഇറങ്ങിപ്പോകും, അതിനും സാധിക്കില്ല, അത് കുത്തനെ ഉള്ള ചെരിവാണ്. അപ്പോൾ അങ്ങനെയാണ് ലെഡ്ജിൻ്റെ ഓരോ സൈഡും അവസാനിക്കുന്നത്. പിന്നെ താഴെ നോക്കുമ്പോഴോ കടലാണ്. വിത്ത് ദ സീ ബിനീത്ത്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. പിന്നെ അവൻ്റെയും പാരൻസിൻ്റെ ഇടയിൽ വൈഡായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പറക്കല്ലാതെ നിവൃത്തിയില്ല എന്നർത്ഥം. Surely he could reach them without flying if he could only move northwards along the cliff face. ക്ലിഫിൻ്റെ മുൻഭാഗത്തിലൂടെ നോർത്ത് ഭാഗത്തേക്ക് അവൻ പോവുകയാണെങ്കിൽ പറക്കാതെ അവന് പാരൻസിൻ്റെ അടുത്ത് എത്താൻ സാധിക്കും. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? ഏതിൻ്റെ മുകളിലൂടെ അവൻ നടക്കുക? ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? എന്തിൻ്റെ മുകളിലൂടെയാണ് അവൻ നടക്കുക? There was no ledge and he was not a fly. കാരണം നോർത്ത് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗത്ത് ലെഡ്ജ്, ക്ലിഫ് പ്ലെയിനാണ്, സൈഡ് ലെഡ്ജ് ഉണ്ടായിരുന്നില്ല നടക്കാൻ. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ, അവനൊരു ഫ്ലൈ അല്ലല്ലോ. ആൻഡ് അബവ് ഹിം ഹി കുഡ് സീ നത്തിങ്, മുകളിലോ ഒന്നും കാണാൻ സാധിച്ചില്ല. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. അവൻ്റെ ലെഡ്ജ് സ്ഥിതി ചെയ്യുന്ന ആ പ്രസപ്പിസ്, ചെരിവുണ്ടല്ലോ, അത് ഷിയർ, അത് നേരെ കുത്തനെയായിരുന്നു. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാദർ അവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. മുകളിലോട്ട് എങ്ങനെയെങ്കിലും എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതും സാധിക്കില്ല. കാരണം മുകളിലേക്ക്, താഴെ കടലിലേക്കുള്ളതിനേക്കാളും ദൂരം മുകളിലേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പെർഹാപ്സ് ഫാദർ അവേ. ഫാദർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരമുണ്ടായിരുന്നു. FARTHER, ഡിസ്റ്റൻസിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, കൂടുതൽ എന്നർത്ഥം. ഓക്കെ, FURTHER എന്നുള്ളത് അത് ക്വാണ്ടിറ്റിക്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഫോർ ഫർദർ ഡീറ്റെയിൽസ് എന്ന് പറയുമല്ലോ, ഇത് FAR, ശ്രദ്ധിക്കുക. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye and then the other and pretended to be falling asleep. പിന്നെ അവൻ എന്ത് ചെയ്തു? He stepped slowly out to the brink of the ledge. ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് മെല്ലെ ചെന്നു. And standing on one leg with the other leg hidden under his wing. ഒരു ലെഗിൽ നിന്നിട്ട് മറ്റേ ലെഗ് വിങ്സിൻ്റെ അടിയിൽ പൂഴ്ത്തി വെച്ചിട്ട്. He closed one eye then the other. ആദ്യം ഒരു കണ്ണടച്ചു, പിന്നെ മറ്റേ കണ്ണടച്ചു. And pretended to be falling asleep. ഉറക്കം വരുന്നത് പോലെ അഭിനയിച്ചു, ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. Still they took no notice of him. ഇപ്പോഴും, എന്നിട്ടും അവൻ്റെ പാരൻസ് അവനെ ശ്രദ്ധിച്ചില്ല. He saw his two brothers and his sister lying on the plateau, dozing
with their heads sunk into their necks. അവനവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ആ പ്ലാറ്റയുടെ മുകളിൽ കിടന്നിങ്ങനെ ഉറക്കം തൂങ്ങുന്നത് കണ്ടു. ഡൗസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മയക്കം, അതിനാണ് ഡൗസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വേർബാണ്. അപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ മയങ്ങുന്നത് അവൻ കണ്ടു. വിത്ത് ദ ഹെഡ്സ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്, അവരുടെ ഹെഡൊക്കെ നെക്കിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ട്. ബേർഡ്സ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹിസ് ഫാദർ വാസ് preening the feathers on his white back. preen എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്നർത്ഥം ഇവിടെ. ഓക്കെ, ഫാദർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ ബാക്കിലുള്ള ഫെദേഴ്സ് ക്ലീൻ ചെയ്യുമായിരുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. മദർ മാത്രമായിരുന്നു അവനെ നോക്കിക്കൊണ്ടിരുന്നത്. She was standing on a little high hump on the plateau, her white breast thrust forward. മദർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ്, ചെറിയൊരു ഹമ്പിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഓൺ ദ പ്ലാറ്റോ, പ്ലാറ്റോയുടെ മുകളിലുള്ള ഒരു ഹമ്പിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഹർ വൈറ്റ് ബ്രെസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പുഷ്ഡ് എന്നർത്ഥം ഇവിടെ. ഓക്കെ, ത്രസ്റ്റ് എന്നുള്ള വേർബിൻ്റെ 3 ഫോം ഒരുപോലെയാണ്. ത്രസ്റ്റ് ആൻഡ് ത്രസ്റ്റ്. അതുകൊണ്ട് ഇവിടെ ബ്രെസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്, പുഷ്ഡ് ഫോർവേഡ്. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. Now and again എന്നാൽ ഇടയ്ക്കിടെ. She tore at a piece of fish. Now every എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. Every now and again അല്ലെങ്കിൽ every now and then എന്നൊക്കെ പറയാം. ഇടയ്ക്കിടെ എന്നർത്ഥം. അപ്പോൾ ഫിഷിൻ്റെ ഓരോ കഷ്ണം അങ്ങനെ കീറിയെടുത്തു. at her feet, that lay at her feet, കാലിൻ്റെ അടുത്ത് കിടന്ന ഫിഷിൻ്റെ കഷ്ണം കീറിയെടുത്തു. and then scraped each side of her beak on the rock. പിന്നെ അവളുടെ ബീക്കിൻ്റെ ഓരോ സൈഡും ആ പാറയിൽ ഉരസി. scraped. the sight of the food maddened him. ഭക്ഷണം കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു. the sight of the food maddened him. ശരിക്കും അവിടെ സൈറ്റ് ഓഫ് ദ ഫുഡ് എന്നുള്ള സബ്ജക്റ്റാണ്, മാഡൻഡ് എന്നുള്ളത് വേർബാണ്, ഹിം എന്നുള്ളത് ഒബ്ജക്റ്റ്. അപ്പം ഭക്ഷണത്തിൻ്റെ സൈറ്റ് അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്നാണ് ശരിക്കും അർത്ഥം. How he loved to tear food that way, scraping his beak now and again to wet it. അപ്പോൾ തൻ്റെ മദർ ചെയ്തതുപോലെ ഭക്ഷണം കടിച്ചു കീറാൻ അവൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട്. How he loved to tear food. tear എന്ന് പറഞ്ഞാൽ കീറുക. tear, torn, TEAR. ടിയർ എന്ന് വായിക്കരുത്. ടിയർ എന്ന് വായിച്ചു കഴിഞ്ഞാൽ കണ്ണുനീരെന്നർത്ഥം. അപ്പോൾ പ്രൊനൗൺസിയേഷൻ തെറ്റരുത്. How he loved to tear food that way. ഭക്ഷണം അതുപോലെ കടിച്ചു കീറാൻ അവൻ എത്രത്തോളം ആഗ്രഹിച്ചതാണ്. സ്ക്രൈപ്പിംഗ് ഹിസ് ബീക്ക്, അവൻ്റെ ബീക്ക് ഇങ്ങനെ ഉരസിക്കൊണ്ട്. now and again, ഇടയ്ക്കിടെ. to wet it. wet എന്ന് പറഞ്ഞാൽ to sharp. അതിന് മുമ്പ് സ്ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് to rub. അതുപോലെ wet, to wet it means to sharpen it. He uttered a low cackle. പിന്നെ അവന് ചെറിയ രീതിയിലൊന്ന് കരഞ്ഞു. കാക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം എന്നാണ്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ലോ കാക്കിൾ എന്ന് പറയാൻ കാരണം അത്രയും വിശന്ന് വലഞ്ഞ് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിസ് കാക്കിൾ ഈസ് ലോ. ഹിസ് മദർ കാക്കിൾഡ് ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവൻ്റെ മദറും അതുപോലെ ശബ്ദമുണ്ടാക്കി, എന്നിട്ട് അവനെ നോക്കി. ആ ശബ്ദമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ തന്നെ ഉഷാറായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അവൻ്റെ ശബ്ദം ആദ്യം. ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. കുറച്ച് ഭക്ഷണം കൊണ്ടുവരാൻ യാചിച്ചു കൊണ്ട് അവൻ ആ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ തിരിച്ച് മദർ ഉണ്ടാക്കിയ ശബ്ദം അവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ ഉഷാറായിട്ട് ഉണ്ടാക്കുക. ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. പക്ഷെ ഭക്ഷണം കൊണ്ടുവന്നോ? ഇല്ല. പരിഹസിച്ചുകൊണ്ട് മദർ ഇങ്ങോട്ട് തിരിച്ചും ശബ്ദമുണ്ടാക്കി. But he kept calling plaintively, and after a minute or so, he uttered a joyful scream. പക്ഷെ അവൻ ദയനീയമായി വിളിച്ചുകൊണ്ടേയിരുന്നു. plaintively എന്ന് പറഞ്ഞാൽ സാഡായിട്ടുള്ള ശബ്ദത്തിൽ. ഓക്കെ, അവൻ ദയനീയമായി വിളിച്ചുകൊണ്ടേയിരുന്നു. and after a minute or so, he uttered a joyful scream. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെയുള്ള ഒരു ശബ്ദമുണ്ടാക്കി. എന്തായിരുന്നു കാരണം? His mother had picked up a piece of fish and was flying across to him with it. അവൻ്റെ മദർ ഒരു പീസിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് അവൻ്റെ നേരെ പറന്നു വരികയായിരുന്നു.
He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അവൻ പുറത്തേക്ക് ചാഞ്ഞു നിന്നു. കുറച്ചും കൂടെ ക്ലിഫിൻ്റെ ലെജിൻ്റെ പുറത്തേക്ക് ചാഞ്ഞു നിന്നു. ലീൻഡ് എന്നാൽ ചെരിയാന്നതല്ലേ. പുറത്തേക്ക് ചാഞ്ഞു നിന്നു. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. പാറയിൽ അവൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട്. കാരണം എന്താ? ആർത്തി കൊണ്ടേ. എന്തിനാണ് അവൻ പുറത്തേക്ക് ചാഞ്ഞു നിന്നത്? ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹർ. മദറിൻ്റെ ഒന്നും കൂടെ അടുത്തേക്ക് എത്താൻ. ആസ് ഷീ ഫ്ലൂ അക്രോസ്. മദർ ഇങ്ങനെ പറന്നു വരുന്ന സമയത്ത് അത്രയും ആ ഒരു സെക്കൻഡ് ലാഭിക്കാൻ വേണ്ടി. ബട്ട് when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, a piece of fish in her beak almost within reach of his beak. പക്ഷേ എന്തു സംഭവിച്ചു? വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, അവൻ്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റിലെത്തിയപ്പോൾ, അബ്രെസ്റ്റ് ഓഫ് ദ ലെജ്. അബ്രെസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, ആ ലെജിൻ്റെ അടുത്തെത്തിയപ്പോൾ ഷീ ഹോൾട്ടഡ്, അവൻ്റെ മദർ നിന്നു. എങ്ങനെ നിന്നത്? ലെഗ്സ് ഹാങ്ങിങ് ലിംപ്, കാലൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് തൂങ്ങി നിൽക്കുന്നത് പോലെ. ലിംപ് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞ എന്നർത്ഥം. ഹർ വിങ്സ് മോഷൻലെസ്, വിങ്സ് ചലനമറ്റ് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിങ്സ് ചലിക്കാതെ ഇങ്ങനെ നിന്നു. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക്, ഫിഷ് മദറിൻ്റെ ബീക്കിൽ കടിച്ച് പിടിച്ചുകൊണ്ട്. ഓൾമോസ്റ്റ് വിതിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്, അവൻ്റെ ബീക്ക് കൊണ്ട് എത്തുന്ന സ്ഥലത്ത് തന്നെ. അപ്പം അത്രയും അടുത്ത് മദർ വന്ന് നിന്നു എന്നർത്ഥം. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. അവൻ ഒരു നിമിഷം വെയിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് മദർ അവൻ്റെ ഒന്നും കൂടി അടുത്തേക്ക് വരാത്തത് എന്ന് മനസ്സിലാവാതെ ഒരു നിമിഷം അവൻ സ്തംഭിച്ചു നിന്നു. ആൻഡ് ദെൻ, മാഡൻഡ് ബൈ ഹങ്കർ, ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. പിന്നെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവൻ ഫിഷ് വാങ്ങാൻ വേണ്ടി ഡൈവ് ചെയ്തു. With a loud scream, he fell outwards and downwards into space. വലിയൊരു ശബ്ദത്തോടെ അവൻ പുറത്തേക്ക് വീണു, ലെജിൻ്റെ പുറത്തേക്ക്. ആൻഡ് ഡൗൺവേർഡ്സ്, താഴേക്ക്. into space. His mother had swooped upwards. കാരണം അവനെ പിടിക്കാൻ അവൻ്റെ മദർ ഉണ്ടായിരുന്നില്ല. She had swooped upwards. സ്വൂപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറക്കുക, മുകളിലേക്ക് പെട്ടെന്ന് പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ, മദറിൻ്റെ അടിയിലൂടെ അവൻ താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ, ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. വിങ്സിൻ്റെ സ്വിഷ് അവൻ കേട്ടു. സ്വിഷ് എന്ന് പറഞ്ഞാൽ എയറിലൂടെ ഒബ്ജക്റ്റ് പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാവും. ഓക്കെ, ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. Swish means the movement or soft sound made by something moving quickly, especially through the air.